ഹാപ്പി ഓണം. അത്തപ്പൂക്കളം ഇടുന്ന രീതി നമുക്കൊന്ന് നോക്കിയാലോ. പ്രാദേശികമായി ഇതിന് കുറേയൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അത്തം മുതൽ തിരുവോണം വരെയാണ് പൂക്കളം ഇടാറുള്ളത്. ഒന്നാം ദിനമായ അത്തത്തിന് ഒരടി വ്യാസത്തിൽ ചാണകം കൊണ്ട് തറ മെഴുകുന്നു. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ചാണകം ഉണ്ട വെച്ച് അതിലൊരു തുളസിക്കതിർ കുത്തിവെക്കുന്നു. രണ്ടാം ദിനത്തിൽ ചാണകമുണ്ട മൂടുന്ന രീതിയിൽ തുമ്പപ്പൂ ഉപയോഗിച്ച് ഇടുന്നു. മൂന്നാം ദിനത്തിൽ മഞ്ഞപ്പൂക്കൾ കൂടി ഉൾപ്പെടുത്തുന്നു. പ്രധാനമായും മുക്കുറ്റിയാണ് ഉപയോഗിക്കുന്നത്. നാലാം നാൾ മുതലാണ് വരികളായി പൂക്കളം ഇട്ടു തുടങ്ങുന്നത്. അഞ്ചാം നാൾ തറയുടെ മധ്യഭാഗം അല്പം ഉയർത്തി ഒരു ഇഡലിയുടെ ഷേപ്പിൽ ആക്കിയ ശേഷം അതിൽ പൂക്കളം ഇടുന്നു. ആറാം നാൾ ചാണകത്തറ നിറയുന്ന രീതിയിൽ പൂക്കളം ഇടുന്നു. ഏഴാം നാളായ മൂലത്തിന് ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. ഒൻപതാം നാൾ വരെ ഇങ്ങനെ പൂക്കളം ഇട്ട് 10-ാം ദിനമായ തിരുവോണത്തിന് തറയിൽ പലകയിട്ട് അതിന് മുകളിൽ തൂശനില ഇട്ട് അതിന് മുകളിൽ മണ്ണുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കിയ ഓണത്തപ്പനെ ഇരുത്തി അതിന് മുകളിൽ തുമ്പപ്പൂക്കളിട്ട് അടയും പഴവും നേദിച്ച് പൂവിളി നടത്തുന്നു. സാധാരണയായി വീട്ടിലെ കാർന്നോരാണ് ഇത് നടത്താറ്. അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട് എങ്കിലും അതിൽ ഒന്ന്, ഒരിക്കൽ തൃക്കാക്കര വരെ പോയി ഭഗവാനെ പൂജിക്കുവാൻ ജനങ്ങൾക്ക് സാധിക്കാതെ വന്നു. തുടർന്ന് അവരവരുടെ വീടിൻ്റെ മുറ്റത്ത് പൂക്കളമിട്ട് അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചുകൊള്ളുവാൻ അനുവദിച്ചു എന്നുള്ളതാണ്.